ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പത്രമാറ്റിൽ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നയനയും നവ്യയും കൂടി എങ്ങനെയെങ്കിലും നിർമ്മലിനെ പോയി കാണണം. ഇനി ഈ ഒരു പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്ക് ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് ആദർശനോട് പറയുന്നത്. അങ്ങനെ അവർ നിർമ്മലിനെ കാണാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നപ്പോഴും നവ്യയ്ക്ക് ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ നവ്യ നയനോട് പറയുന്നുണ്ട്, നമുക്ക് പോയി കാണണോ, ഇനി ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കണോ, ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നയന പറഞ്ഞത്, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ആദർശേട്ടൻ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രശ്നം അനന്തപുരിയിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ ആരോട് ചോദിച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ ആദർശേട്ടന് സത്യങ്ങൾ അറിയാമായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ചേച്ചി, ഇന്ന് തന്നെ പോയി അവന്റെ കാര്യം നമുക്ക് തീർക്കാം. പിന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്, അതുകൊണ്ട് നമുക്ക് അവനെ പോലീസ് പേടിച്ചു കൊടുക്കാൻ ഇനി നല്ലൊരു അവസരം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നയനയും നവ്യയും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആദർശ് കേൾക്കുകയും എങ്ങനെയെങ്കിലും വേഷം മാറി അവരെ പിറകെ പോകാം എന്ന് പറഞ്ഞ് ആദർശം പോവാണ്. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ അനി നന്ദുവിനെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. നന്ദുവിന്റെ ശബ്ദം കേട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ നന്ദുവിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്ത് ചെയ്യും, എന്തായാലും നന്ദു തന്നെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കനകയും ഗോവിന്ദനും നന്ദുവിന്റെയും അനിയുടെയും ഈ ഒരു ബന്ധം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഒരിക്കലും അനിയെ നന്ദു കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അനന്തപുരി തറവാട്ടിൽ നമ്മൾ 2 മരുമക്കളും ഉണ്ട്, അവരെ പോലെ ആകാനായിട്ട് ഒരിക്കലും വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക കനകയെ വിളിക്കുന്നത്. എന്നിട്ട് ഇന്ന് ഞാനും അനിയും കൂടി വിവാഹ ആ ഒരു ക്ഷണക്കത്ത് പ്രിന്റ് നോക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്ദുവിനെ എന്തായാലും അനി കൂടെ വിളിക്കും. അപ്പോൾ ഒരു കാരണവശാലും നന്ദുവിനെ അനിയുടെ കൂടെ വിടരുത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുവിന്റെ സെലക്ഷൻ മാത്രമേ നന്ദുവിനോട് സെലക്ട് ചെയ്യാൻ പറയും. എങ്ങനെ നന്ദുവിന്റെ ഇഷ്ടം മാത്രമേ അനി എടുക്കത്തുള്ളൂ. എനിക്ക് അവിടെ ഒരു വിലയും തരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും വരരുത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ അവിടെ തടയണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും അറിയാനും പാടില്ല എന്ന് അനാമിക കനകയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഗോവിന്ദനോട് പറയുകയും എങ്ങനെയെങ്കിലും നന്ദുവിനെ തടഞ്ഞേ പറ്റത്തുള്ളൂ, എന്തായാലും നന്ദു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ കനക പറയുവാണ്. ഈ സമയത്താണ് നന്ദു തന്നെ വിളിക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദുവിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക അനിയെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ശരി, പക്ഷെ എനിക്ക് അവളിൽ ഒരു സ്നേഹവും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ കോള് കട്ടാക്കി കളയുവാണ്. അങ്ങനെ എന്തായാലും നന്ദുവിനെ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിച്ചപ്പോൾ കോൾ എടുത്തത് കനകയാണ്. അപ്പോൾ കനക കോൾ എടുത്തപ്പോൾ തന്നെ അനി ചോദിക്കുവാണ് നന്ദു എവിടെ. അപ്പോൾ നന്ദു വാഷ്റൂമിൽ പോയിരിക്കുവാണ്. മോൻ എന്താ വിളിച്ചത്, വെറുതെ വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ മോന് ഒരുപാട് ജോലികളില്ലേ, ഇപ്പോൾ അവിടെ കല്യാണ തിരക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കനക കോൾ കട്ട് ചെയ്യുവാണ്. എങ്ങനെയെങ്കിലും അനിയിൽ നിന്നും നന്ദുവിനെ അകറ്റണം. നന്ദുവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമ്പോൾ അനിയായിട്ട് അവളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇടിച്ചു കയറി വരുവാണ്. ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ കനക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിർമ്മലിനെ അന്വേഷിച്ച് നവ്യയും നയനയും കൂടി നിർമ്മൽ പറഞ്ഞ സ്ഥലത്ത് എത്തുകയും എന്നിട്ട് നിർമ്മലിനെ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് നയനയും നവ്യയും പോവാണ്. ഇതിന്റെ പിറകെ തന്നെ ആദർശ് ഒരു സിക്കുകാരന്റെ വേഷത്തിൽ വരികയും എന്നിട്ട് അവരെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശ് ഇടയ്ക്കിടയ്ക്ക് നയനയെ നോക്കുന്നുണ്ട്. അപ്പൊ നവ്യ നയനയോട് പറയുവാണ്, ആ ഒരു സിക്കുകാരൻ നമ്മളെ കുറെ നേരം കൊണ്ട് നോക്കുവാണ്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നയനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നയനയ്ക്ക് മനസ്സിലായത് ആദർശേട്ടനാണെന്ന്. ആദർശ് പിന്നാലെ വന്നതാണെന്ന് നയനയ്ക്ക് മനസ്സിലായി. എന്തായാലും നിർമ്മലിന്റെ ഫോട്ടോ കാണിച്ച് നമുക്ക് അവിടെ ചോദിക്കാം എന്ന് പറഞ്ഞ് നിർമ്മലിന്റെ ഫോട്ടോ ഒരു മാനേജറിനോട് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞത് ഇയാൾ നല്ല ഒരു ശുദ്ധനാണ്, ഇയാൾ നല്ല ഒരാളാണെന്ന്, പാവമാണെന്നൊക്കെ അവിടെ മാനേജർ പറയുന്നുണ്ട്. ഇയാൾക്കൊരു ജിം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നോക്കാം, നമ്മൾ വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നയന വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ ആദർശ് നോക്കുന്നത് കണ്ടിട്ട് മാനേജറിനോട് പറയുവാണ്, ആ ഒരു സിക്കുകാരൻ ഞങ്ങളെ കുറേ നേരം കൊണ്ട് നോക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ മാനേജർ പറയുവാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ നയനയും നവ്യയും കൂടി വാഷ്റൂമിൽ പോയ സമയത്ത് പിന്നാലെ ആദർശം പോകാനായിട്ട് തുടങ്ങുമ്പോൾ മാനേജർ അയാളെ തടഞ്ഞു വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത്രയും മോശക്കാരനാണോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പെൺകുട്ടി എൻ്റെ ഭാര്യയാണ് എന്ന് അയാൾ പറയുകയും ഇത് ഭാര്യയാണോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും നവ്യയും കൂടി വാഷ്റൂമിലൊക്കെ പോയി തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ഇത് നിങ്ങളുടെ ഭാര്യ, ഇത് നിങ്ങളുടെ ഭർത്താവാണോ, ഇയാളുടെ ഭാര്യയാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇല്ല ഇയാളെ എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക, എന്നാൽ മാഡം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നയനയും നവ്യയും കൂടി തിരിച്ച് നിർമ്മലിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആദർശിനെ കളിയാക്കി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം ആദർശ് നിവർത്തി കേട്ടിട്ട് തന്റെ വേഷമെല്ലാം മാറ്റിയിട്ട് അവൾ എന്റെ ഭാര്യയാണെന്നും അങ്ങനെ നയനയും നവ്യയുടെയും നയനയുടെയും ആദർശിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മാനേജർ പറയുവാണ്, നിങ്ങൾ സംശയരോഗിയാണല്ലേ, ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയനയും നവ്യയും നേരിടാൻ പോകുന്നത്? നിർമ്മലിനെ കണ്ടുപിടിക്കുമോ? നിർമ്മലിന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ. ബൈ.